നിങ്ങൾ അന്നം കഴിക്കുന്ന കൂട്ടത്തിലല്ലേ? അതെ, എന്താ കുഴപ്പം? നിങ്ങൾക്ക് ഈ വിലക്കയറ്റമൊന്നും ബാധകമാകുന്നില്ലേ? 140 കോടി രൂപ വകമാറ്റിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ട്രഷറിയിലെത്തിയ പണം കൃഷി വകുപ്പിന് നൽകിയില്ല. കേര പദ്ധതിക്കായി മാർച്ച് 17-നാണ് കേന്ദ്രം സംസ്ഥാനത്തിന് പണം കൈമാറിയത്. ഈ നാടിന്റെ വികാരം നിങ്ങൾ കാണുന്നില്ലേ? വട്ടാണോ ഗവൺമെന്റ്, പ്രത്യേകിച്ച് ഗവൺമെന്റ് പിന്നെ ഭരണ നയങ്ങൾ സാധാരണക്കാരായ സ്ത്രീകളെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നു. അപ്പൊ അതിന് ശക്തമായ ഒരു പ്രതിഷേധമാണ് ഇവിടെ ഇന്ന്. പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ നയം എന്തുകൊണ്ട് നിങ്ങൾക്ക് എതിർക്കാൻ കഴിയും? 100% ഞാൻ യോജിക്കുന്നു. സർക്കാരിന്റെ പിടിപ്പുകേടിന്റെ ഭാരം ജനങ്ങൾ പേറണമെന്നാണ് സർക്കാർ പറയുന്നത്. അത് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ അനുവദിച്ചു. നമ്മുടെ നാട്ടുകാരും വെറും മണ്ടന്മാരല്ലേടാ. ഇഷ്ടം പോലെ പറ്റിക്കാം. പൊട്ടന്മാർക്ക് അതിശക്തമായ ചെറുത്തുനിൽപ്പ് ഈ കാര്യത്തിൽ. ഇപ്പോ വർദ്ധിച്ച വെള്ളക്കരം, അതുപോലെ തന്നെ വർദ്ധിച്ച ഭൂനികുതി, ഈ കാര്യങ്ങൾ നൽകാതിരിക്കുന്ന സമരമുറകൾ. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? ഇതേ പിണറായി വിജയൻ നടത്തിയ ഒരു ആഹ്വാനത്തെ കുറിച്ചായിരുന്നു. UDF സർക്കാർ നികുതികൾ ഉയർത്തിയപ്പോൾ ആരും നികുതി അടയ്ക്കാതെ പ്രതിഷേധിക്കണമെന്ന് അദ്ദേഹം ഒരു ആഹ്വാനം നടത്തിയതിനെ കുറിച്ചായിരുന്നു. നിങ്ങളിൽ ആർക്കാ കുഴപ്പം? അന്നത്തെ സാഹചര്യം ഇങ്ങനത്തെ എല്ലാരോ